നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 10-ാം തീയതി നടക്കാൻ പോകുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഫസ്റ്റ് മോഡ്യൂൾ ആണ്. വളരെ ചെറിയൊരു ക്ലാസ് ആണിത്. അപ്പൊ മാക്സിമം ക്ലാസ്സുകൾ ചെറിയ രീതിയിലെടുത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലേക്ക് ആക്കി തരാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യത്തെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എലമെന്ററി ബുക്ക് കീപ്പിംഗ് എന്നാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു സെക്ഷനെ വിളിക്കുന്നതെങ്കിൽ പോലും ഫസ്റ്റ് ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ടോപ്പിക്. അതിനകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആണ്. അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും ഒരു ഡെഫിനിഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, interpreting financial transactions to provide useful information for decision making. എന്താ അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഇതൊരു പ്രോസസ് ആണ്. എന്തൊക്കെ വരും അതിനകത്ത്? റെക്കോർഡിംഗ് വരും. റെക്കോർഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി സൂക്ഷിക്കുക. അതുപോലെ ക്ലാസിഫൈയിങ് വരും. എന്താ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനെയും ഓരോന്നിന്റെ അണ്ടറിലാക്കി വെക്കുക, ഇല്ലയോ? ക്ലാസിഫൈ ചെയ്ത് വെക്കുക. ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഞാനൊരു പലചരക്ക് കടയിലെ സാധനങ്ങളുടെ അക്കൗണ്ടിങ് ആണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് നോക്കുന്നതെങ്കിൽ, അവിടെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? അവിടേക്ക് വാങ്ങിച്ച സാധനങ്ങൾ, വിറ്റ സാധനങ്ങൾ, അതുപോലെ പലചരക്ക് കടയിലകത്ത് ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വീട്ടിലെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സമ്മറൈസിങ് വരും. സമ്മറൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തു, നമ്മൾ ക്ലാസിഫൈ ചെയ്തു വെച്ചു. സമ്മറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും കൂടെ നമ്മൾ സമ്മറൈസ് ചെയ്ത് മാറ്റുന്നു. അതുപോലെ ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇനി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞു, വാങ്ങിയ വില, വിറ്റ വില, നമുക്ക് കിട്ടിയ പ്രോഫിറ്റുകൾ കാണും, ലോസ് കാണും. ഇതിനെല്ലാം കൂടെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ എന്താക്കി മാറ്റുന്നു? ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ പറയത്തില്ല, ഇത് നഷ്ടമാണോ ലാഭമാണോ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലാഭമാക്കി മാറ്റാൻ എന്നൊക്കെയുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് എന്തൊക്കെ വരും അതിനകത്ത്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇനി ഇതിനൊരു ഡെഫിനിഷൻ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്ന AICPA അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവര് പറയുന്ന ഒരു ഡെഫിനിഷൻ അനുസരിച്ച് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ and in terms of money transaction and event which are in part at least of a financial character and interpreting the result thereof. അപ്പൊ ഇതിനകത്തും എന്താ പറയുന്നത്? അവര് പറയുന്നതും അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്. അതിനകത്ത് എന്തൊക്കെ വരും? റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇത്രയൊക്കെയാണ് വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ എന്തായിട്ടാണ് വെച്ചിരിക്കുന്നത്? മണിയുടെ ട്രാൻസാക്ഷൻ, അല്ലെ? മണി ട്രാൻസാക്ഷൻ ആണ് കൂടുതലായിട്ടും ഇതിനകത്ത് വരുന്നത്. ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടോപ്പിക് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത, നീഡ്സ് ഫോർ അക്കൗണ്ടിങ് എന്നുള്ളതാണ് രണ്ടാമത്തെ ടോപ്പിക്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത? ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒന്നാമത് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസിന്റെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്തു വെക്കുന്നു, അല്ലയോ? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ദിവസവും നടക്കാറുണ്ട്. അക്കൗണ്ടിങ് ഉണ്ടാവുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുന്ന സമയത്ത് ഈ ട്രാൻസാക്ഷൻസിന്റെ എല്ലാം ഡേറ്റാസ് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നാളെ ഒരു സമയത്ത് അത് ഉപകാരം ചെയ്യും. ഒരു മാസത്തിൽ എന്തൊക്കെ അക്കൗണ്ടിങ് ആണ് നടന്നത്, അല്ലെ എന്തൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് നടന്നത്, അതായത് വിൽപ്പന, വാങ്ങല്, ഇതെല്ലാം വരും. അതുപോലെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാനായിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. By maintaining proper records, business can calculate whether they earned a profit or incurred a loss during a particular period. ഇപ്പൊ ഈ ഒരു 6 മാസത്തിനകത്ത് നടന്ന അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടേക്കാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്, എവിടേക്കാണ് നമുക്ക് ലോസ് ഉണ്ടായതെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമുക്കൊരു ബാലൻസ് ഷീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ബാലൻസ് ഷീറ്റിനകത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പല ഡേറ്റാസ് നമ്മൾ അവിടെ ഉപയോഗിക്കാറുണ്ട്. ഒരു കമ്പനിയുടെ അസറ്റുകൾ എന്തൊക്കെയാണ്, കമ്പനിയുടെ ലയബിലിറ്റീസ്, കടങ്ങൾ എന്തൊക്കെയാണ്, ക്യാപിറ്റൽ എന്തായിരുന്നു, അതായത് തുടങ്ങിയ സമയത്ത് ക്യാപിറ്റൽ എത്ര രൂപയായിരുന്നു, ഇപ്പൊ കടം എത്രയാണ്, ഇപ്പൊ അസറ്റ് എത്രയാണ്, അതെല്ലാം നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് എന്ത് നോക്കിയാൽ മനസ്സിലാവും? ഈ ഒരു അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ലീഗൽ ആൻഡ് ടാക്സ് പ്രോസസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു കുഞ്ഞു സ്ഥാപനമായാലും അവിടെ ടാക്സ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കണം. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വർഷത്തിൽ ചെയ്യുകയും വേണം. അപ്പൊ ആക്യുറേറ്റ് റെക്കോർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗൽ ഒബ്ലിഗേഷൻസോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല.
നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും GST കാര്യങ്ങൾക്കും ഇൻകം ടാക്സിന്റെ റെക്കോർഡ്സിനും എല്ലാം തന്നെ ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമാണെങ്കിൽ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത നമ്മുടെ ടോപ്പിക് എന്താ? ഇമ്പോർട്ടൻസ്. അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വേണമെങ്കിലും ചേർക്കാം. അപ്പൊ കൃത്യമായിട്ട് നോക്കാം. ഡിസിഷൻ മേക്കിന് ഹെൽപ്പ് ചെയ്യും, അല്ലയോ? മാനേജ്മെന്റ് ക്യാൻ മേക്ക് ഇൻഫോംഡ് ബിസിനസ് ഡിസിഷൻ ഓൺ ആക്യുറേറ്റ് ഫിനാൻഷ്യൽ ഡേറ്റ. ഈ ഫിനാൻഷ്യൽ ഡേറ്റ നോക്കിയാൽ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിന് എന്ത് തീരുമാനിക്കാൻ പറ്റും? ഇപ്പൊ ഏതൊക്കെ കാര്യങ്ങൾക്കകത്ത് നമുക്ക് കാര്യങ്ങൾ ഉയർത്തണം, അതായത് ഇവിടെ നമ്മൾ താഴ്ന്നു കിടക്കാണ്, നമ്മൾ അതൊന്ന് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ കൊടുത്താൽ അത് വിജയിക്കും. ചില കാര്യങ്ങൾ വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്താൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ ചെറിയൊരു പലചരക്ക് കടയ്ക്ക് അപ്പുറത്തോട്ട് വലിയ വലിയ കമ്പനി ആവുന്ന സമയത്ത് ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഒരുപാട് കാണും, അല്ലെ? ഇൻവെസ്റ്റേഴ്സ്, പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരും. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അവർക്ക് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് ഒക്കെ തന്നെ അവര് ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകും. അപ്പം കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ ഈ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി കുറച്ചുകൂടെ വളരും. അതുപോലെ ബഡ്ജറ്റിങ്ങിനും പ്ലാനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് റവന്യൂവിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. എക്സ്പെൻസ് എത്രത്തോളം ഇനി മുന്നോട്ട് വരും, അല്ലെങ്കിൽ ഇത്രത്തോളം വന്നായിരുന്നു, ഇനി മുന്നോട്ട് ഇങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഡേറ്റ നോക്കിയിട്ട് അക്കൗണ്ടിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിയേ, ഫിനാൻഷ്യൽ കൺട്രോൾ ഉറപ്പാക്കാൻ പറ്റുന്നു. നമ്മൾ ചുമ്മാതെ എഴുതി വെക്കാതെ ചെലവാക്കുന്നതിനപ്പുറത്തോട്ട് കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻകം എത്രയാണ്, ഒരു മാസത്തെ ഇൻകം എത്രയാണ്, നമ്മുടെ ചെലവുകൾ എത്രയാണ്, എങ്ങനെ നമുക്ക് ഫ്രോഡുകളെ കണ്ടെത്താം, അതുപോലെ എങ്ങനെ നമുക്ക് വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാം എന്നൊക്കെ കൃത്യമായിട്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ച് മുമ്പേ പറഞ്ഞോട്ടെ ഇത് നഷ്ടത്തിലാണ് എന്ന് നമുക്ക് ഒരു 6 മാസത്തെ ഒരു അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഞങ്ങൾക്ക് നഷ്ടമാണ്, അതങ്ങ് നിർത്തുക. ഈ ഒരു പോർഷൻ ഞങ്ങൾക്ക് ലാഭമാണ്, അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എവിടേക്കാണ് നമുക്ക് കൂടുതലായിട്ട് ചെലവുകൾ വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇൻകം കൂടുതലായിട്ട് കിട്ടുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആര് സഹായിക്കും? അക്കൗണ്ടിങ് സഹായിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഈ പറഞ്ഞൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ പറ്റും. ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പൊ കമ്പനി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ പുറത്തു വിടാനായാലും നമുക്കായാലും അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ലീഗൽ മാറ്റേഴ്സിലൊക്കെ അസിസ്റ്റ് ചെയ്യുന്നു. അതായത് ടാക്സ് പ്രോസസ്സുകൾക്കകത്തായിക്കോട്ടെ, ബാക്കി എന്തെങ്കിലും ഒരു കമ്പനിക്കെതിരെ ഒരു ലീഗൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രസന്റ് ചെയ്യുന്നിടത്തായിക്കോട്ടെ. അതിൽ കമ്പാരറ്റീവ് അനാലിസിസ്, നമ്മൾ പല പല വലിയ കമ്പനിയുടെയും കണ്ടിട്ടില്ലേ, ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുത്തിയത്. ഇതൊക്കെ നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ റേസിംഗ് ഫണ്ടിനെ അസിസ്റ്റ് ചെയ്യുന്നു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇത് കാണിച്ചിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗെയിൻ കാണിച്ചിട്ടായിരിക്കും പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെന്റ് ഏജൻസീസ് ആണെങ്കിൽ പോലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫണ്ട് റേസ് ചെയ്യുന്നതിനകത്ത് അസിസ്റ്റ് ചെയ്യുന്നതും അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ് ആയിരിക്കും. അപ്പം ഇൻട്രൊഡക്ഷൻ ടേംസിൽ കിടക്കുന്ന ആ ഒരു 3-4 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.